ഹലോ, ശ്രീ അൺഫിൽറ്റേഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഈയിടെ 2025 അങ്ങോട്ട് തുടങ്ങി 24 അവസാനം ഉണ്ടായിരുന്നു. ഭയങ്കര വയലൻസ് നിറഞ്ഞ ന്യൂസുകളാണ് എന്നും കേൾക്കുന്നത് അല്ലേ. എന്നും അത് ഇപ്പോൾ സ്വന്തം ഭാര്യേനെ വെട്ടി നുറുക്കി കുക്കറിലിട്ട് വേവിച്ച് കൊന്നു, അതുപോലെ തന്നെ പേരക്കുട്ടീനെ തലയ്ക്ക് അടിച്ച് കൊല്ലുന്നു, അങ്ങനെയുള്ള എന്നും ഓരോരോ ന്യൂസുകൾ. അതുപോലെ തന്നെ അയൽവാസിനെ വെട്ടിക്കൊല്ലുന്നു, അങ്ങനെയുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് എന്നും കേൾക്കുന്നത്. പക്ഷേ ഏറ്റവും ഷോക്കിംഗ് ആയിട്ട് തോന്നിയൊരു ന്യൂസ്, മെഹർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, 15 വയസ്സ് മാത്രം പ്രായമുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 28ാം നിലയുടെ മേലെ നിന്ന് ചാടി മരിക്കുന്നു. എന്താണ് കാരണം? എന്തായിരിക്കും ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അത്രയും മരിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു സിറ്റുവേഷനിലേക്ക് അവൻ എത്തിച്ചിട്ടുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അവൻ്റെ ഉമ്മ ബാക്കിയുള്ളവരും അവൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്, ഈ കുട്ടി ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള റാഗിങ്ങിലൂടെയും ബോഡി ഷേമിങ്ങിലൂടെയും ഒക്കെ കടന്നു പോയിരുന്നു. ഒപ്പം പഠിക്കുന്ന ഒരു കൂട്ടം സഹപാഠികൾ അവന് കളർ കുറവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഷെയിം ചെയ്യുകയും പബ്ലിക്കായിട്ട് അപമാനിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്കൂളിലെ പബ്ലിക് ടോയ്ലറ്റിൻ്റെ സീറ്റ് നക്കിപ്പിക്കുക, യൂറിൻ പാസ് ചെയ്തതിന് ശേഷം അവനെ ക്ലോസറ്റിൽ തലമുക്കി ഫ്ലഷ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഈ കുട്ടികൾ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, എന്തുകൊണ്ട് ഇത്രയും അബ്യൂസ് നേരിട്ടിട്ടും ഈ കുട്ടി എന്തുകൊണ്ട് വീട്ടിൽ വന്ന് പറഞ്ഞില്ല? വീട്ടിലല്ല, ഇനിയിപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയോടും പറയാൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ എനിക്ക് ഉണ്ടാകുന്നുണ്ട്, എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ കുട്ടി? ശരിക്കും നമ്മളെ ഫാമിലി എന്ന് പറയുന്നത്, ഈ പാരൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ മക്കൾക്ക് എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടായാലും ആദ്യം ഓടി വന്ന് പറയാൻ പറ്റിയ ഒരു സ്പേസ് ആയിരിക്കണം അല്ലേ? അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട്. ഇനി അത് പോട്ടെ, എന്തുകൊണ്ട് ഈ സ്കൂളുകാർ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായത് സ്കൂളുകാരറിഞ്ഞിട്ടില്ല? ഈ കുട്ടിയുടെ സഹപാഠികൾക്ക് അറിയാം ഇതൊക്കെ, എന്തുകൊണ്ട് ഇവൻ്റെ ഫ്രണ്ട്സ് ഇവരുടെ പാരൻസിനോട് പറഞ്ഞിട്ടില്ല? ഇതൊക്കെ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ അവനുണ്ടായി എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ സ്കൂളുകളിൽ എന്തുകൊണ്ട് സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ കൗൺസിലേഴ്സ് വേണം എന്നത് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ഒരു ഇൻജസ്റ്റിസ് ഉണ്ടെങ്കിൽ ആദ്യം അവന് ഓടിച്ചെന്ന് പറയാൻ പറ്റുന്നത് സ്കൂളിലുള്ള സോഷ്യൽ വർക്കറിനോടോ അല്ലെങ്കിൽ കൗൺസിലറിനോടോ അല്ലെങ്കിൽ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടീച്ചറോടോ ആയിരിക്കണം. അത് പറയാനുള്ള അങ്ങനെ ഒരു വ്യക്തി ആ സ്കൂളിലില്ല. അല്ലെങ്കിൽ അവൻ വീട്ടിൽ വന്ന് പറയണം, അതും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അവൻ അങ്ങനെ സ്വന്തം ജീവിതം മടുത്ത് അങ്ങനെ ആ ഒരു അപമാനം സഹിക്കാൻ പറ്റാതെ തന്നെയായിരിക്കാം മരിച്ചിട്ടുണ്ടാവുക. ഇനി ഇത്തരം പ്രവൃത്തികൾ ചെയ്ത കുട്ടികളുണ്ടല്ലോ, അത്രയും ബ്രൂട്ടലായിട്ട് സ്വന്തം ഫ്രണ്ടിനെ കൊണ്ട് അങ്ങനെ നക്കിക്കണമെങ്കിൽ അത്രയും എന്താ പറയുക, അത്രയും ഒരു വിദ്വേഷം ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഈ കുട്ടി മരിച്ചു കഴിഞ്ഞിട്ടും ഇവർക്കിതൊന്നും ഒരു ഭയങ്കര തമാശയായിട്ടാണ് അവർ പറയുന്നത്. അതും അവർക്കൊരു ആനന്ദമായിട്ടാണ് ഇവരുടെ ചാറ്റും മെസ്സേജുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതും അവരൊരു ആഘോഷമാക്കി മാറ്റുക ചെയ്യുന്നത്. എന്നിട്ട് അവർക്കൊരു എമ്പതി ഇവരോട് തോന്നുന്നില്ല. എന്തുകൊണ്ട് തോന്നുന്നില്ല? ഇപ്പോൾ ഒത്തിരി ക്രൈം സീരീസുകളും പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, അങ്ങനെയുള്ള ഓരോ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഇന്ത്യൻ ഫിലിമുകൾ മാത്രമല്ല, പുറത്തുള്ള കൊറിയൻ, പല ലാംഗ്വേജിലുള്ള സിനിമകൾ അല്ലെങ്കിൽ ക്രൈം സീരീസുകളിലൊക്കെ അഡിക്റ്റാണ് നമ്മളിൽ ഓരോ ആളുകളും. ഈ കുട്ടി മരിച്ചപ്പോൾ എനിക്ക് ആദ്യം ഇംഗ്ലീഷിലൊരു സീരീസ് ഉണ്ടായിരുന്നു, 90 റീസൺസ് വൈ ഐ ആം ഡൈഡോ, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നേ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴെന്തോ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുട്ടി അന്ന എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. അന്ന എന്ന് പറഞ്ഞ കുട്ടി സൂയിസൈഡ് ചെയ്യാണ്. അതിന് 24 എന്തോ 19 എന്തോ റീസൺസ് ഉണ്ട്. അപ്പോൾ അവൾ ഓരോ റീസണും ഒരു ടേപ്പർ കാർഡിൽ ഒരു ടേപ്പ്
എന്താ പറയുക CD പോലത്തെ സാധനത്തിൽ റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കും. നീ എന്നോട് എന്ത് ചെയ്തു, അവരെന്നെ ബുള്ളി ചെയ്തു, ഒരു സഹപാഠി അവളെ പീഡിപ്പിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഒരു ടേപ്പ് കാർഡ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ കുട്ടി മരിച്ചതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ഈ കുട്ടി പോയത് എന്ന് പാരൻസ് അറിയുന്നത്. ആ ഒരു ഫിലിമാണ് എനിക്കിത് കേട്ടപ്പോൾ ഫസ്റ്റ് ഓർമ്മ വന്നത്. അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സ് തിങ്സ്, യൂഫോറിയ, ഒത്തിരി ഇംഗ്ലീഷ് സീരീസുകൾ ഇങ്ങനെയുള്ള ഈ റാഗിങ് കാര്യങ്ങളൊക്കെ ഇത്തരം സിനിമകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റിയൽ ലൈഫിൽ ഇങ്ങനെയുണ്ട് അഡാപ്റ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഹീറോയിത്തരം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞാൻ മാസമാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പാരൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്തരം കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ, ഇത്തരം കുട്ടികളല്ല, എല്ലാ കുട്ടികളും നമ്മളുടെ കുട്ടികളാണ് അല്ലേ, അവർ നല്ലതേ ചെയ്യുള്ളൂ. അവർ തെറ്റ് ചെയ്താലും ഇനി അത് തെറ്റാണെന്ന് പറയാൻ മടിക്കുന്ന പാരൻസാണ് നമ്മളിൽ എല്ലാവരിലും ഉള്ളത്. അപ്പോൾ എൻ്റെ കുട്ടി ഒരാളെ ഒരു ഭംഗിയുടെ അടിസ്ഥാനത്തിൽ അവരെ അളക്കാതിരിക്കുക, ഓരോ ആളുകളെയും അവർ കറുത്തിട്ടാണ് അല്ലെങ്കിൽ അവർ തടിച്ചിട്ടാണ്, അവർക്ക് മുടിയില്ല എന്നുള്ള രീതിയിലുള്ള കോമൻസ് ഒന്നും കുട്ടികളുടെ മുന്നിൽ നിന്ന് പറയാതിരിക്കുക. ഇനി കുട്ടികളത് പറയുമ്പോൾ അവർ തിരുത്തി കൊടുക്കുക. അതിന് എല്ലാ പാരൻസും എഡ്യൂക്കേറ്റ് ചെയ്യുക. ഒരു കാര്യങ്ങളിൽ ഇതൊക്കെയാണ്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഓരോ പാരൻസും വീട്ടിലുള്ള അച്ചാച്ചനോ അമ്മാമ്മയോ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യുക. എന്നാലേ നമ്മൾ വളർത്തുന്ന പോലെ ഒരിക്കലും കുട്ടികൾ പുറത്ത് പോയിട്ട് ബിഹേവ് ചെയ്യുള്ളൂ. നമ്മൾ എന്തൊക്കെ കുട്ടിക്ക് ഭയങ്കര പൈസയ്ക്ക് അത് ചെയ്ത് കൊടുത്തിട്ടും ഇത് ചെയ്ത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെയുള്ള കുറേ മോറൽസൊക്കെ അവർ ഏർലി സ്റ്റേജിലാണ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ കുട്ടിയും നല്ല രീതിയിൽ വളരണമെങ്കിൽ എല്ലാവരും ചുറ്റിലുള്ള കുട്ടിയുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും അവനൊപ്പം ആ ഒരു എൻവയോൺമെൻറ്റ്, ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ചുറ്റുപാട് നമ്മൾ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇപ്പറഞ്ഞ രീതിയിൽ വേറെ കുട്ടികളായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റൊക്കെ ഫേസ് ചെയ്യേണ്ടി വരിക.